യെസ്, ഇനി നമുക്ക് നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയും നാളെ പുലർച്ചെയുമായി നടക്കാനുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫ്രാൻസിൻ്റെ മത്സരമാണ്. കഴിഞ്ഞ തവണ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകൾ റണ്ണറപ്പായ ഫ്രാൻസ് ആദ്യ മത്സരത്തിന് സെനഗലാണ് ഇറങ്ങുന്നത്. ഫ്രാൻസ് ഇറങ്ങുന്നുണ്ട്. സെനഗലാണ് അവരുടെ എതിരാളികളായി വരുന്നത്. ഒരു 4-3-3 എന്നൊരു ഫോർമേഷനിലൊക്കെ ആകാം ഫ്രാൻസ് ഇറങ്ങുന്നതെന്നാണെന്ന് പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് എംബാപ്പെ, ഡിംബാലെ അടങ്ങുന്ന ഒരു സഖ്യമാണ്. അങ്ങനെ പരിചയസമ്പന്നരായ താരങ്ങൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഇവരുടെ പ്രകടനങ്ങൾ അത് ഫ്രാൻസിന് വലിയ രീതിയിലുള്ളൊരു ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ക്വാഡ് ഡെപ്ത്ത് അത് വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞാൽ എംബാപ്പയും ഡെംബാലയും അടക്കമുള്ളൊരു വലിയ താരനിര അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സെനഗലിനെ ഒരു ചെറിയ ടീമായി കണ്ടാൽ അത് മത്സരത്തിൻ്റെ ഫലം നമ്മൾ സ്പെയിൻ്റെ മത്സരത്തിൽ കണ്ടു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടീമായൊക്കെ കണ്ടാൽ അത് വലിയ രീതിയിൽ ഫ്രാൻസിന് ദോഷം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അങ്ങനെ ഒരു ചെറിയ ടീമായി സെനഗലിനെ കാണാനുള്ള സാധ്യതയില്ല. ഒരു ലോകകപ്പ് വേദിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പോരാട്ടം തന്നെ അവർ കാഴ്ചവെക്കുമെന്ന ഒരു പ്ലാനിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഫ്രാൻസ് എന്തായാലും ഇറങ്ങുക. സെനഗലിലേക്ക് വന്നു കഴിഞ്ഞാൽ സാദിയോ മാനെ അടക്കമുള്ള താരങ്ങൾ അവരുടെ നിരയിലുണ്ട് എന്നുള്ളതാണ്. അതായത് പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ പ്രകടനങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ മാനെ അടക്കമുള്ള താരങ്ങൾ സെനഗലിൻ്റെ ആ ഒരു പ്ലേയിങ് ലെവലിനുണ്ടാവും. അത് വലിയ രീതിയിൽ സെനഗലിന് കരുത്ത് പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഫാസ്റ്റായിട്ടുള്ള ട്രാൻസിഷനും ഒപ്പം ഡിഫൻസിലെ ശക്തമായ ഡിഫൻസുമാണ് സെനഗലിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ആ ഡിഫൻസ് പൊട്ടിക്കാനായാൽ ഫ്രാൻസിൽ നിന്ന് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇന്ന് സെനഗൽ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു വെല്ലുവിളി എന്നുള്ളത് എംബാപ്പെ ആയിരിക്കും. എംബാപ്പയ്ക്ക് ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ പോലും എംബാപ്പെ അത് കൃത്യമായി മുതലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും ഫുട്ബോളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി എംബാപ്പയ്ക്ക് സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും ഇന്ന് സെനഗൽ ചെയ്യാൻ സാധ്യത. പക്ഷേ എന്നിരുന്നാൽ പോലും പൂർണ്ണമായും എംബാപ്പയെ ടാർഗറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കളിക്കുന്ന സമയത്ത് മറ്റു താരങ്ങൾ കൃത്യമായി ആ അവസരം മുതലെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മത്സരമുള്ളത് അർജൻറ്റീനയും അൾജീരിയയും തമ്മിലൊരു പോരാട്ടമാണ്. നമുക്ക് അർജൻറ്റീനയുടെ കാര്യത്തിലേക്ക് വരാം. നിലവിലെ ചാമ്പ്യന്മാരാണ്, ടൂർണമെൻറ്റിലെ ഫേവറേറ്റുകളാണ്. അതായത് കപ്പടിക്കാൻ സാധ്യത വളരെ കൂടുതലൊരു ടീമാണ് അർജൻറ്റീന എന്ന് പറയാൻ സാധിക്കും. മെസ്സി അടക്കമുള്ള മെസ്സിയുടെ നേതൃത്വത്തിൽ ഇറങ്ങുന്ന ഒരു പിടി താരങ്ങൾ, അതായത് പരിചയസമ്പന്നതയും യുവതാരങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു ടീം തന്നെയാണ് അർജൻറ്റീനയുടെ എന്ന് പറയാം. പരിചയസമ്പന്നരും യുവതാരങ്ങളും ചേരുന്ന ഒരു ടീം തന്നെയാണ് അർജൻറ്റീനയുടെ. അത്തരത്തിലൊരു ടീമിനെ തന്നെയാണ് സ്കാലോണി അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയസമ്പന്നത വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ യുവതാരങ്ങളുടെ ചടുലമായ നീക്കങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പീഡ് ഗെയിമൊക്കെ വലിയ രീതിയിൽ അർജൻറ്റീനയ്ക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, വലിയ ടൂർണമെൻറ്റിൽ കളിച്ചുള്ള പരിചയം, പൊസിഷൻ, അതായത് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ചുള്ള പ്രകടനം, ഇതൊക്കെ അർജൻറ്റീനയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അൾജീരിയയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്ക്, ഡിഫൻസിലെ ഓർഗനൈസേഷൻ, ഈ രണ്ടുമാണ് അൾജീരിയയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. അതായത് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി മുതലാക്കുക, ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ മുതലാക്കുക എന്നുള്ളത് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ ഡിഫൻസീവിലെ ആ ഒരു കളക്റ്റീവായിട്ടുള്ള അവരുടെ പ്രകടനം അതും വലിയ രീതിയിൽ അവർക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2-0 അർജൻറ്റീന ജയിക്കാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഒരു ടീമിനെയും ചെറുതായി കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രതീക്ഷിച്ച ഫലമല്ല പല മത്സരങ്ങളിലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോകകപ്പിലെ പ്രകടനം എടുത്താൽ പോലും അർജൻറ്റീന ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടുകൊണ്ടാണ് തുടങ്ങിയത്. സൗദി അറേബ്യക്കെതിരെ താരതമ്യേന ചെറിയ ടീമായ സൗദി അറേബ്യക്കെതിരെ തുടർച്ചയായ ഒരു 36ഓളം മത്സരങ്ങൾ വിജയിച്ചതിന് ശേഷമാണ് സൗദിക്കെതിരെ അന്ന് അർജൻറ്റീന പരാജയപ്പെടുന്നത്. പക്ഷേ ആ അർജൻറ്റീന പിന്നീട് ഉയർത്തെഴുന്നേറ്റ് കിരീടം ചൂടുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഒരു ടീമും ചെറുതല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അർജൻറ്റീനയുടെ മത്സരത്തിൻ്റെ കാര്യം അതാണ്. ഇനി നടക്കാൻ പോകുന്ന മറ്റൊരു മത്സരം ഓസ്ട്രിയയും ജോർദാനും തമ്മിലൊരു പോരാട്ടം നടക്കാനുണ്ട്. ഓസ്ട്രിയയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ മിഡ്ഫീൽഡാണ് അവർക്ക് കൂടുതലുള്ളത്. ഒരു ഹൈ പ്രസിംഗ് ഗെയിം ആയിരിക്കും ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക. ജോർദാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വെൽ ഡിസിപ്ലിൻ ആയിട്ടൊരു ടീമാണ്. അപ്പം ഒരു കൗണ്ടർ അറ്റാക്ക് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അവരുടെ പ്രധാനപ്പെട്ട ഒരു നീക്കം ഒരു പക്ഷേ കൗണ്ടർ അറ്റാക്ക് തന്നെ ആവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലൊരു നല്ല പോരാട്ടം കാണാൻ സാധിക്കും, ഓസ്ട്രിയയും ജോർദാനും തമ്മിലൊരു പോരാട്ടം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപടി പോരാട്ടങ്ങൾ നടന്നു. ഇനി നടക്കാനിരിക്കുന്ന വലിയ 2 പോരാട്ടങ്ങളുണ്ട്. ഫ്രാൻസിൻ്റെയും അർജൻറ്റീനയുടെയും മത്സരങ്ങളുണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഇതുപോലുള്ള പോരാട്ടങ്ങൾ കടുക്കും, അല്ലെങ്കിൽ കടുത്ത മത്സരങ്ങൾ ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും സാക്ഷ്യം വഹിക്കാനിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഇസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.